ഇത് കണ്ടതോടുകൂടി നിങ്ങൾക്ക് വാൾ ഹാങ്ങിങ് ക്ലോസറ്റുകൾ ചെയ്യാം എന്നൊരു ധൈര്യം ഉണ്ടാവും. എത്രമാത്രം ടെക്നിക്കലായിട്ട് ചെയ്താൽ ഇത് നമുക്ക് സേഫ് ആയിട്ടിരിക്കും. ഹൈറ്റ് ഈ സൈഡിൽ നിന്നും ഇൻസ്റ്റാളേഷൻ ഉണ്ടാവും, സീറ്റ് കവറിന്റെ ബോൾട്ടിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യുന്നത് 3 ടൈപ്പിൽ വരും. ഓക്കെ, കീഹോൾ സർജറി പോലെ. അതെ, ഇപ്പൊ ചെയ്യുന്ന ഒരു ഇൻസ്റ്റാളർ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള സംഭവിച്ചേക്കാം. നമസ്കാരം. നമ്മൾ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു വീട്ടിൽ ഉണ്ടായ ഒരു അപകടത്തെക്കുറിച്ചാണ്. നമ്മുടെ വാൾ ഹാങ്ങിങ് ആയിട്ടുള്ള ക്ലോസറ്റ് അത് വീണിട്ടൊരു ചേച്ചി മരിച്ച ഒരു സംഭവം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പല ആൾക്കാരുടെയും സംശയമാണ്, ഇനിയിപ്പോൾ വാൾ ഹാങ്ങിങ് ക്ലോസറ്റുകൾ വെക്കാൻ പാടുണ്ടോ, അത് ബഹിഷ്കരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുകയുണ്ടായി. അതേസമയം ഞാൻ 10 വർഷം 12 വർഷമായി വെച്ചിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് 2 അഭിപ്രായങ്ങൾ വന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വ്യക്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാൻ സാധിക്കും ഇതുപോലെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, അതെങ്ങനെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും, അതിൽ എന്തൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നതെന്നൊക്കെയുള്ള നമ്മളെപ്പോലുള്ളവർക്ക് അത്ര അവയർനെസ് ഇല്ല. അപ്പോൾ അങ്ങനെ അവയർനെസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. 20-23 വർഷമായിട്ട് ഈ ഫീൽഡിൽ ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ റിൻസിയാറിനാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹമാണ് നമുക്ക് ഈ കാര്യങ്ങൾ ഒരു ലേമാൻ എങ്ങനെ അത് ലേ ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അതിനായിട്ട് ഞാൻ നിൽക്കുന്ന നമ്മുടെ തൃശ്ശൂരുള്ള സിറ്റി സെറാമിക്സ് ആണ്, ജോമോൻ്റെ. മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോ. അപ്പോൾ അവരാണ് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തരുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു പക്ക അവയർനെസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് കണ്ടതോടുകൂടി നിങ്ങൾക്ക് വാൾ ഹാങ്ങിങ് ക്ലോസറ്റുകൾ ചെയ്യാം എന്നൊരു ധൈര്യം ഉണ്ടാകും. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടന്റ്, ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന നമ്മുടെ തൃശ്ശൂർ സിറ്റി സെറാമിക്സ് കോളറിന്റെ സ്റ്റുഡിയോയിലാണ്. എൻ്റെ ഒപ്പമുള്ള റിൻസിയാണ്. റിൻസേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരു 20-23 വർഷത്തെ സർവീസ് ഉണ്ടല്ലേ ഈ ഒരു ഫീൽഡിൽ? അതായത് ഏറ്റവും പഴയ ഇന്ത്യൻ ക്ലോസറ്റ് തൊട്ട് നിങ്ങൾ വെച്ച് തുടങ്ങിയതായിരിക്കണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോ വാൾ ഹാങ്ങിങ്, ഇലക്ട്രിക്കൽ അതിലോട്ടൊക്കെ എത്തിയിരിക്കുന്നു. ഇപ്പോ ആൾക്കാർ, എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ഓർമ്മയിലുണ്ടോ ഒരാള് ക്ലോസറ്റ് വീണ് മരിച്ചു എന്നുള്ളൊരു വാർത്ത കേട്ടിട്ടുണ്ടോ? ഈ അടുത്തല്ലേ കേൾക്കുന്നത്? ഇത്രയും കാലത്ത് ഒരു എക്സ്പീരിയൻസ് നമ്മൾ അങ്ങനെ ഞാനും കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ചേട്ടനും അത് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഇടയ്ക്ക് നമ്മളൊരു വീഡിയോ ആയിരുന്നു, ഒരു എന്താ പറയാ, ഇത് നല്ലതാണോ അല്ലെങ്കിൽ ഇത് പ്രശ്നം, ആൾക്കാരുടെ ടെൻഷൻ അത് കൂട്ടുക ചെയ്ത്. കാര്യം വാൾ ഹാങ്ങിങ് ഇനി ഒരിക്കലും അത് വെക്കണ്ടെന്നൊക്കെ ആൾക്കാർ കമന്റ് ബോക്സിൽ വന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇത് ചെയ്യുന്നത് എത്രമാത്രം ടെക്നിക്കലായിട്ട് ചെയ്താൽ ഇത് നമുക്ക് സേഫ് ആയിട്ടിരിക്കും എന്ന് ഒരു കോൺഫിഡൻസ് കസ്റ്റമർക്ക് കൊടുക്കുക ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം നമ്മുടെ ഇവിടെ കുറച്ച് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് ഇരിക്കുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ കോളറിന്റെ ആണ് കാണിക്കുന്നതെങ്കിലും എല്ലാ ബ്രാൻഡും അല്ല, നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതുവരെയുള്ള ബ്രാൻഡുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതും ചെയ്യുന്ന ഏതാണ്ടൊക്കെ ഒരുപോലെ തന്നെയാണോ? അല്ല, പല പല വ്യത്യാസങ്ങളുണ്ട്. ചെറിയ വ്യത്യാസം. ചിലത് ഇങ്ങനെ ബ്ലൈൻഡ് ഫിറ്റിംഗ് ഉണ്ടാവും, ചിലത് നമുക്ക് സൈഡിൽ നിന്ന് ബോൾട്ട് ചെയ്യണ കാണുന്ന ടൈപ്പ് ഉണ്ടാവും. 2 ടൈപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഒരു ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, ഇതിന് വാൾ ഹാങ്ങിങ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ടന്റ് വാൾ ഹാങ്ങിങ് മാത്രമാണ്. ഹൈറ്റ് ഉണ്ട് പറഞ്ഞാട്ടെ. ഹൈറ്റ് നമ്മള് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ തന്നെ ടൈല് WC-യുടെ അവിടെ എത്ര ഹൈറ്റിലാണ് ടൈല് ഫിനിഷ് ആവാന്നുള്ള മെഷർമെന്റ് ആദ്യം തന്നെ നമ്മള് ടൈല് ഫിക്സ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ലെവൽ വെപ്പിക്കണം. അതിനുശേഷമാണ് നമ്മൾ അത് ടാങ്ക് നമ്മൾ കൺസീൽ ചെയ്യുകയാണെങ്കിലും അത് ഓപ്പൺ ആയിട്ട് വെക്കണമെങ്കിൽ തന്നെ ആ മെഷർമെന്റ് നമ്മൾ എടുത്ത് അതിൽ നിന്ന് 33 സെന്റിമീറ്റർ ബോൾട്ട് വരത്തക്ക രീതിയിലാണ് നമ്മൾ ടാങ്ക് നമ്മൾ ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. 33 സെന്റിമീറ്റർ ഫ്ലോർ ഫിനിഷിംഗിൽ നിന്ന് 33 സെന്റിമീറ്ററിലാണ് ബോൾട്ട് ഫിനിഷ് ചെയ്യേണ്ട ലെവല് വരേണ്ടത്. അത് കൂടിയാലോ കുറഞ്ഞാലോ എന്തായിരിക്കും? അത് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ WC ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടോ. ഹൈറ്റ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കുമ്പോ ഇവിടെ ഇത് നമുക്ക് അവിടെ വേദന വരും. അതുകൊണ്ട് കറക്റ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 33 സെന്റിമീറ്ററിൽ ബോൾട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ ഒരു 40 സെന്റിമീറ്ററിൽ WC 42 സെന്റിമീറ്ററിനുള്ളിൽ WC ഫിനിഷ് ആവും. സ്റ്റാൻഡേർഡ് സൈസ്. അതാണ് ഉദ്ദേശിച്ചത്. ഇനിയിപ്പോ നമ്മളിപ്പോ പറഞ്ഞ സൈഡിൽ നിന്നും അതുപോലെ ബ്ലൈൻഡ് ആയിട്ടുള്ളത് അതായത് ഇപ്പൊ ഈ മോഡൽ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ നിന്ന് ഇങ്ങനത്തെ കിറ്റ് ഇട്ടിട്ട് ഇതിപ്പോ അടിയിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന WC-യുടെ അടിയിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന കിറ്റാണ്. ഇതേപോലത്തെ മോഡലിന്റെ കിറ്റ് നമുക്ക് ഈ സൈഡിൽ നിന്നും ഇൻസ്റ്റാളേഷൻ ഉണ്ടാവും, സീറ്റ് കവറിന്റെ ബോൾട്ടിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യുന്നത് 3 ടൈപ്പിൽ വരും. അപ്പൊ അങ്ങനത്തെ ഫിറ്റിംഗ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ടാങ്കിന്റെ ആ ബോൾട്ട് കറക്റ്റ് ആയിട്ട് ഈ കിറ്റിൽ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആവണില്ല എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിന്റെ ലെങ്ത് കുറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ WC വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. എല്ലാം കിട്ടിട്ടാണ് മുറുക്കുന്നത്. അപ്പൊ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് വിസിബിൾ ആണ്. സൈഡിൽ നിന്നാണെങ്കിലും ഈ വളരെ ചെറിയ ഹോളാണ്, അത്ര വിസിബിൾ അല്ല. ഇങ്ങനത്തെ ബ്ലൈൻഡ് ഫിറ്റിംഗ് പല മോഡലില് വേറെ മോഡലിന് ഇവിടെ കറക്റ്റ് ആയിട്ട് വലിയൊരു കട്ടിങ് ഉണ്ടായിരിക്കും. അപ്പൊ ബോൾട്ട് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. ബോൾട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇവിടുന്ന്
കാണത്തക്ക രീതിയിൽ ഫിറ്റ് ചെയ്യാം. ആ മോഡലും ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് സ്റ്റാർട്ടിംഗ് റേഞ്ചിലാണ് അതുള്ളത്. സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ ആവുന്നുണ്ട്. കുറച്ച് കൂടിയ മോഡലൊക്കെ ഇങ്ങനെ ബ്ലൈൻഡ് ഫിറ്റിംഗ് ആണ്. അതായത് വെളിയിൽ നമുക്ക് ഒരു തരത്തിലുള്ള ഹോൾസോ കാര്യങ്ങളോ ഒന്നും കാണാത്ത രീതിയിൽ പക്ക ഫിനിഷ് ആയിരിക്കും. ഇപ്പൊ ഈ കാണുന്നെന്ന് പറഞ്ഞല്ലോ, അത് ഫിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? അതായത് പെട്ടെന്ന് എന്താ നമുക്ക് അറിയാൻ സാധിക്കും? അല്ല, അത് ഫിറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്, ഇതിനേക്കാളും കുറച്ചും കൂടി ഈസിയാണ്. പക്ഷെ അത് റേഞ്ച് കുറഞ്ഞ WCക്ക് അങ്ങനെ വരാം. അപ്പൊ നമുക്ക് സൈഡിൽ നിന്ന് കാണുമ്പോൾ ആ ഫിനിഷിങ് കുറയുമല്ലോ ആ മോഡലിന്. ഇതാകുമ്പോൾ വില കൂടിയ മോഡലാകുമ്പോൾ അത് ക്ലിയർ ഇങ്ങനെ ഫിനിഷ്ഡ് ആയിട്ട് നിൽക്കണം. ഇനി ഇപ്പൊ ഇത് ചെയ്യുന്നത് ഇതാണോ ഇതിന്റെ ആക്സസറീസ്? ഇതാണ് ഇതിന്റെ ആക്സസറീസ്. അതായത് ഇങ്ങനെ ബ്ലൈൻഡ് ഫിറ്റിംഗിന്റെ ആക്സസറി ഇങ്ങനെ വരും. 2-3 ടൈപ്പിലുണ്ട്. പല കമ്പനിക്കും പല മോഡലിലായിരിക്കും വരാം. അപ്പൊ ഇത് നമ്മള് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ WC കയറ്റി വെച്ചാൽ നമുക്ക് അങ്ങനെ കാണാനും പറ്റില്ല. ഈ അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്രൂ ഹോളിലിട്ട് തിരിക്കല് മാത്രമേ കാണുള്ളൂ. കീഹോൾ സർജറി പോലെ. അതെ, അത് മാത്രമേ കാണുള്ളൂ. മറ്റേതാകുമ്പോ നട്ടും ഫിറ്റ് ചെയ്യുന്നതും നമുക്ക് അതിന്റെ ബോൾട്ടും അതൊക്കെ നമുക്ക് വിസിബിൾ ആണ്. അതെ, ഇത് അത്ര വിസിബിൾ അല്ല. ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചെയ്യണം. യഥാർത്ഥത്തിൽ ഒരു കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട സാധനം അല്ല ഇത്. അല്ല, ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാർ തന്നെ ശ്രദ്ധിക്കണം. ഇൻസ്റ്റാളർ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളന്ന് പറഞ്ഞിരുന്നു, ഒന്ന് ഇതിങ്ങനെ താഴെ വീഴാനായിട്ടുള്ള ആകെ രണ്ട് സാഹചര്യങ്ങളും. ഒന്നുകിൽ ഇതിന് എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടായിരിക്കണം ഈ പ്രൊഡക്റ്റിന്. അതിപ്പോ വെച്ചാൽ ചുട്ടെടുക്കുന്ന പ്രൊഡക്റ്റ് ആണ്, സെറാമിക് ആണ്, താഴെ വീണ പൊട്ടുന്ന പ്രൊഡക്റ്റ് ആണ്, ഏത് ബ്രാൻഡിന്റെ ആയിക്കോട്ടെ അങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷെ ഇതിന്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്നതിലുപരി ഇപ്പൊ ചെയ്യുന്ന ഒരു ഇൻസ്റ്റാളർ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള സംഭവിച്ചേക്കാം അല്ലേ? അപ്പൊ ഇതില് ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും, നോർമലി പറഞ്ഞ ഇത് ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് അപ്പൊ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ലോഡ് എത്ര വരെ എടുക്കും? ലോഡ് 400 കിലോ വരെ ലോഡ് എടുക്കും എന്നാണ് താങ്ങുന്നാണ് കമ്പനിക്കാർ പറയുന്നത്. അത് എന്തായാലും ആ 12 mm ബോൾട്ടും എന്തായാലും ആ ലോഡ് താങ്ങും. 12 mm ബോൾട്ടാണ്. എത്ര ബോൾട്ട് വരുന്നുണ്ട്? 2 ബോൾട്ട് വരുന്നുണ്ട്. 2 ബോൾട്ടേ വരുന്നുള്ളൂ. 2 ബോൾട്ടേ വരുന്നുള്ളൂ. 2 ബോൾട്ടിലാണ് ഈ പറഞ്ഞ 400 കിലോ ഇത് താങ്ങുന്നത്. അപ്പൊ ലോഡ് ബിയറിങ്ങിന് മേളിൽ നിന്നോ താഴെന്നാണെന്ന് വിചാരിക്കുന്നു അല്ലേ? ഏത് ലോഡ് നമ്മൾ ഫിറ്റിംഗ് അല്ലാതെ ഈ ഹൈറ്റിൽ തന്നെ ഫിറ്റിംഗ് വരാം. നമ്മൾ ഇരിക്കുമ്പോഴുള്ള വെയിറ്റ് ഇവിടെ കറക്റ്റ് ആയിട്ട് ലോഡായിട്ട് നിൽക്കും. WCന്റെ അടിഭാഗത്ത് ലോഡായി നിന്നോളും. അപ്പൊ ഇതിന്റെ ആക്സസറീസ് ഒക്കെ ഈ കൂടത്തിൽ തന്നെ കിട്ടുമോ? ഈ ഫുൾ ഈ സെറ്റിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിന്റെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള എല്ലാ കിറ്റുകളും ഈ LGs ഒക്കെ നമുക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു മേളിലുള്ള അടപ്പടക്കം നമുക്ക് അതിന്റെ ആക്സസറീസ് ഉൾപ്പെടെ ആയിരിക്കും എല്ലാ ആക്സസറീസും കിട്ടും. ഇനി ഒരു കസ്റ്റമർ ഇപ്പൊ നമ്മളൊരു ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാധനം, ഇപ്പൊ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നമ്മുടെ ഇത് ഒട്ടിക്കുന്നിടം തൊട്ട്, അതായത് നമ്മുടെ സിലിക്കോൺ ഒട്ടിക്കുന്നിടം തൊട്ട്, അതോടൊന്ന് പറഞ്ഞാട്ടെ. സിലിക്കോൺ അതായത് ഇപ്പൊ ഫൈനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മള് WCയുടെ ബാക്കില് സിലിക്കോൺ നന്നായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. പലരും നമ്മൾ ആദ്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സൈഡിൽ സിലിക്കോൺ വെക്കലാണ്. ഇപ്പൊ കമ്പനിക്കാർ പറയുന്നത് നിങ്ങൾ WCയുടെ ബാക്ക് ഇങ്ങനെ ഈ റെഡ്ജ് ഉണ്ട്, ടൈലുമ പോയി ടച്ച് ആവണ ഭാഗം, അതുമേ നല്ല രീതിയിൽ നമ്മൾ മറ്റേ സിലിക്കോൺ ഫില്ല് ചെയ്തിട്ട് ഫൈനലി അവസാനമായിട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് അത് ഫിറ്റ് ചെയ്യാനാണ് പറയണത്. അപ്പൊ കുറച്ചും കൂടി ബോൾട്ട് പ്ലസ് ആ സിലിക്കോണിനും കൂടി ഒരു പിടുത്തുണ്ടാവുമല്ലോ. മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഒരു ഫിക്സിംഗ് ഒരു പ്രധാന കാര്യം. ബ്ലൈൻഡ് ആകുമ്പോഴത്തേക്കും നമ്മളൊരു കാൽക്കുലേഷനിലാണ് ആക്ച്വലി ഇത് ഫിക്സ് ചെയ്യേണ്ടത്. അത് ഇളക്കം ഉണ്ടോ എന്ന് പോലും നമുക്ക് അതിന് ശേഷം അറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതിനുള്ളിൽ കറക്റ്റ് ആയിട്ട് കിറ്റ് പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മളുടെ ഒരു നിഗമനത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതെന്തായാലും ഫിറ്റിംഗ് ഒക്കെ എന്തായാലും കറക്റ്റ് ആവും. ബോൾട്ടിന്റെ ഡിസ്റ്റൻസ് കുറഞ്ഞു പോകാതിരിക്കല് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബോൾട്ട് അതായത് ഈ ഹോളും ഇങ്ങനെ വരുന്നത് ഈ നമ്മൾ തരുന്ന ഈ ഹോൾ ഉണ്ടല്ലോ, ഈ ഹോളിന്റെ എല്ലായിടത്തും കുറഞ്ഞു നിന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ ഫിറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ആ ലെങ്ത് മറ്റേ നമ്മുടെ ടാങ്കിൽ നിന്ന് വരുന്ന ത്രെഡ് ആയുള്ള ബോൾട്ടിന് ലെങ്ത് കറക്റ്റ് ആയിട്ട് ഇല്ല എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കണം. അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഒരു ഫിക്സ് ആയിട്ട് ഇരുന്നില്ല, ഒരു ജെർക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടുമോ? ഇല്ല, അത് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്ത് ഫിക്സിംഗ് നടന്ന് നമ്മൾ സിലിക്കോൺ ഒക്കെ ഫില്ല് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇതായി കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ജെർക്കിംഗ് ഉണ്ടാവോ? അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫിറ്റിംഗ് കറക്റ്റ് അല്ലെങ്കിൽ അത് നമ്മളിപ്പോ ഇതിന് ഒരു ഇൻലെറ്റ് പൈപ്പ് ഉണ്ടാവും, ഒരു ഔട്ട്ലെറ്റ് പൈപ്പ് ഉണ്ടാവുമല്ലോ, ആ പൈപ്പിന്റെ ലെങ്ത് നമ്മൾ കൂടാതെ കൊണ്ട് നമ്മൾ നോക്കണം. കൂടി കഴിഞ്ഞാലും ഇതേപോലെ ഇതിനൊരു ഷേക്കിംഗ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെ ഒരു ആക്സസറി കൂടെ കണ്ടു, ഇതൂടെ എന്താന്ന് പറഞ്ഞാട്ടെ. ഇത് നമ്മള് ഔട്ട്ലെറ്റ് പൈപ്പാണ്. ഇതിന്റെ WCയുടെ ബാക്കില് നമ്മൾ ടാങ്ക് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഔട്ട്ലെറ്റ് പൈപ്പാണ്. ഇതെല്ലാം ശരിക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതെ. ഇതിന്റെ ലെങ്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് WC ഇട്ട് അതിന്റെ മെഷർമെന്റ് എടുത്ത് ടൈമിന്റെ ഉള്ളിൽ പോയ മെഷർമെന്റ് എടുത്തിട്ട് ബാലൻസ് ഉള്ള ഭാഗം കട്ട് ചെയ്യണം. കട്ട് ചെയ്യണം. അപ്പൊ അത് കട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
മറ്റേ നമ്മൾ ഒരു 1/2 സെന്റിമീറ്റർ കൂടി കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫിറ്റിംഗ് ഇതായിരിക്കും. കൂട്ടി കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ക്ലോസറ്റിന് ഈ പൈപ്പ് ലെങ്ത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ഷേക്കിംഗ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് ശരിക്കും വോൾ ഹാങ്ങിങ് ക്ലോസറ്റ് വെക്കാൻ ഒരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇല്ല. അങ്ങനെയാണെന്നുണ്ട് ഇന്നുള്ള വീടുകളിൽ മുഴുവൻ ഇതല്ലേ പ്രൊജക്ഷൻ വാളുകൾ ഇട്ടും ഇടാതെയും ഒക്കെ ഇത് ചെയ്യലുണ്ട്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞതിന് പ്രകാരം ഒരു കസ്റ്റമർ ആ ആൾക്ക് ചെയ്യാൻ വരുന്ന ആ ഒരു എന്താ പറയുക ടെക്നീഷ്യന്റെ ഒരു കോൺഫിഡൻസും അയാളുടെ കഴിവും അയാളുടെ എക്സ്പീരിയൻസും ആണ് ഇതിനെ ഫിറ്റിംഗ് ആവുന്നത്. പിന്നെ എപ്പോഴും എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യം, നമ്മളിപ്പോ അടിച്ചതിന്റെ മേലോട്ടൊക്കെ വീഴുവാണെന്നുണ്ട് ഒന്നും പറയാനില്ല. നമ്മൾ ഒരാളുടെ വെയിറ്റ് താങ്ങുന്ന കാര്യമാണ് പറയുന്നത്. ലോഡ് ബിയർ ചെയ്യുന്നത് 400 കിലോ വരെ എന്നാണ് പറയുന്നത്. അതെന്തായാലും ഓഫ് കോഴ്സ് അതുണ്ടാവും. പിന്നെ മാത്രമല്ല നമ്മൾ തെറിച്ചിന്റെ മേളിലോട്ടൊക്കെ വീണ് കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ ഇഷ്യൂസ്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചോട്ടെ, 23 വർഷം ഇത്രയും എക്സ്പീരിയൻസിനിടയ്ക്ക് വോൾ ഹാങ്ങിങ് ക്ലോസറ്റ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഫിറ്റ് ചെയ്യുന്ന വോൾ ഹാങ്ങിങ്ങോ അതോ നോർമലി നമ്മൾ വാൾ ഹാങ്ങിങ് ആണ്? ഞാൻ ചെയ്യുന്ന വർക്കിലൊക്കെ ഒരുവിധം 95% ഈ വാൾ ഹാങ് തന്നെയാണ്. വളരെ കുറവാണ്. ഏത് ബ്രാൻഡും അങ്ങനെ ഇന്ന ബ്രാൻഡും ഏത് ബ്രാൻഡും പുതിയ വരുന്ന പ്രോഡക്റ്റുകൾക്ക് ആൾക്കാർക്ക് അതിനോട് താല്പര്യമാണോ? കളറുകളോട് അങ്ങനെ ഒരു ഡിസൈൻ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടോ? പണ്ട് വൈറ്റ് മാത്രം വരുന്നല്ലോ. അതെ, വൈറ്റും ഐവറി ആയിരുന്നു ആദ്യം. കളർ ഉണ്ടായിരുന്നു, പിന്നെ അത് വൈറ്റും ഐവറായി മാറി. ഇപ്പൊ വീണ്ടും കളർ പോലെ കമ്പനിക്കാരൊക്കെ കളറും കാര്യങ്ങളൊക്കെ പല കളറിലോട്ട് വന്നു തുടങ്ങി അല്ലേ? ഒറ്റ കാര്യമുള്ളൂ, ഏതൊരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴും ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളെ ഏൽപ്പിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ആ ആളുടെ കരുതലാണ് അല്ലെങ്കിൽ അയാളുടെ ഒരു എന്താ പറയുന്നത് പുള്ളിയുടെ ഒരു തീരുമാനം, അതൊക്കെയാണ് ഐഡിയ ഒക്കെയാണ് ഇതിനകത്ത് വർക്ക്ഔട്ട് ആവുന്നത് അല്ലേ? അപ്പം ചേട്ടൻ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം, ആളോട് കാര്യങ്ങൾ സംസാരിക്കാം, വർക്ക് ചെയ്യാനായിട്ട് വിളിക്കാം. പിന്നെ നമ്മുടെ സിറ്റി സെറാമിക്സിന്റെ നമ്പർ ഇവിടെ ഇടുന്നുണ്ട്. പ്രോഡക്റ്റ് എല്ലാം എടുക്കാനായിട്ട് ഇവരെ സമീപിക്കാവുന്നതാണ്. അപ്പൊ ചേട്ടാ, കുറച്ച് കാര്യങ്ങൾ, അത് വലിയ കാര്യങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ. നല്ല മഴയാണ്, ചേട്ടന്റെ പണി കേടാലാണ് ഞങ്ങൾ വിരുത്തി വരുത്തിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. എപ്പോഴും എടുത്തു പറയുന്ന കാര്യമായി സർവീസാണേ. സർവീസ് വളരെ വ്യക്തമായിട്ട് കിട്ടും. അത് ഈ പറഞ്ഞതുപോലെ ഒരാളുടെ അടുത്ത് നിന്നാണെങ്കിലും ശരി, ഒരു ഫേമിന്റെ അടുത്ത് നിന്ന്. വീണ്ടും കാണാൻ പറ്റുന്ന മികച്ച വീഡിയോയുമായി അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇന്ത്യ.